DFO ഓഫീസ് ആക്രമിച്ചത് PV അൻവറിന്റെ സാന്നിധ്യത്തിലും പ്രേരണയിലുമെന്ന റിമാൻഡ് റിപ്പോർട്ട്. 35,000 രൂപയുടെ നാശനഷ്ടമെന്നും റിമാൻഡ് റിപ്പോർട്ട് പറയുന്നു. മുഹമ്മദ് അസ്ലം കൂടുതൽ വിവരങ്ങളുമായി. അസ്ലം, ഈ റിമാൻഡ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണ്? ഒപ്പം ഈ DMK ഇപ്പോൾ ജാമ്യാപേക്ഷ മൂവ് ചെയ്യുന്നുണ്ടല്ലോ, അതിന്റെ വിശദാംശങ്ങളുണ്ടോ? നിലമ്പൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യാപേക്ഷ എത്തിയിട്ടുണ്ട്. ജാമ്യാപേക്ഷ ആദ്യം തന്നെ കോടതി പരിഗണിച്ചിരുന്നു. തുടർന്ന് പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. പോലീസ് റിപ്പോർട്ട് വരുന്നവർക്ക് വാദം കേൾക്കാമെന്ന് മജിസ്ട്രേറ്റ് പറഞ്ഞിരിക്കുകയാണ്. പോലീസ് റിപ്പോർട്ട് വൈകുന്നത് കൊണ്ടാണ് വാദം വൈകുന്നത്. നേരത്തെ റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പോലീസ് ഉന്നയിച്ച കാര്യം PV അൻവറിന്റെ സാന്നിധ്യത്തിലും പ്രേരണയിലുമാണ് 1 മുതൽ 5 വരെ പ്രതികൾ നോർത്ത് DFO ഓഫീസിലേക്ക് കയറുകയും ആക്രമണം നടത്തുകയും ചെയ്തത്. രണ്ട് കാര്യങ്ങൾ അവർ പറയുന്നു. ഒന്ന്, അവിടെ 35,000 രൂപയുടെ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഫാന്, ക്ലോക്ക് തുടങ്ങിയ മെഷീൻ, അവിടുത്തെ പല യന്ത്ര സാമഗ്രികൾക്കും നാശനഷ്ടം വരുത്തിയിട്ടുണ്ട്. അങ്ങനെ 35,000 രൂപയുടെ നാശനഷ്ടം ഉണ്ടായി. രണ്ട്, സൗത്ത് DFO പരിധിയിലാണ് ഈ സംഭവം നടന്നത്, അല്ലെങ്കിൽ ഈ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ട സംഭവം നടന്നത്. അത് നോക്കാതെ നോർത്ത് DFO ഓഫീസിൽ അടച്ചിട്ട് നോർത്ത് ഓഫീസ് കുത്തി തുറഞ്ഞതൊക്കെ തന്നെയും ബോധപൂർവ്വം പ്രശ്നം സൃഷ്ടിക്കാനുള്ള ഒരു ഇതിന്റെ ഭാഗമാണെന്ന് പറയുന്നത്. മാത്രമല്ല PV അൻവറും മറ്റു പ്രതികൾക്കൊക്കെ മറ്റ് നിരവധി കേസുകളുണ്ട് തുടങ്ങിയ വാദങ്ങളിലാണ് റിമാൻഡ് റിപ്പോർട്ടിൽ വെച്ച് അവരുടെ ജാമ്യം അനുവദിക്കരുതെന്ന് ആവശ്യപ്പെടുന്നു. അതേസമയം പ്രതിഭാഗം അഭിഭാഷകർ അഡ്വക്കേറ്റ് സഫറുള്ള, മനോജ് കുമാർ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ചുമത്തിയിരിക്കുന്ന ഒരു വകുപ്പും തന്നെ 7 വർഷത്തിലധികം ശിക്ഷ ലഭിക്കുന്ന വകുപ്പുകളല്ല. അത്തരം വകുപ്പുകൾക്ക് അറസ്റ്റ് നിർബന്ധമല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല MLA പോലുള്ള പൊതുവ്യക്തിത്വത്തിന് ഒരു നോട്ടീസ് നൽകി കോടതി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞാൽ ഹാജരാകാൻ കഴിയുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ ഹാജരായി ഒരു വേണമെങ്കിൽ നോട്ടീസ് കൊടുത്ത് ഹാജരായിട്ടില്ലെങ്കിൽ മാത്രമേ അത്തരം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ സാധാരണ കീഴ്വഴക്കങ്ങളും പതിവുകളും ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് പോലീസ് നടത്തിയ ഒരു ഹേസ്റ്റിൽ നടത്തിയ ഒരു അതിവേഗത്തിൽ നടത്തിയ ഒരു നടപടിയാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകണമെന്നാണ് അവർ ഉന്നയിക്കുക. എന്തായാലും രണ്ടും കൂടെ പരിഗണിച്ചിട്ടായിരിക്കും കോടതി വിധി പറയുക. ഏതായാലും നിലമ്പൂർ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് വാദങ്ങൾ പരിഗണിക്കുന്നത്. ഇന്ന് തന്നെ ഈ ജാമ്യ ഹർജിയിൽ വാദം കേൾക്കുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. പോലീസ് റിപ്പോർട്ടിന് വേണ്ടി മജിസ്ട്രേറ്റും വെയിറ്റ് ചെയ്യുകയാണ്. ശരി.